വോട്ട് ചെയ്യാണ്. വിശുദ്ധ കുർബാനയിൽ രക്തവും മാംസവുമാണ് ഞങ്ങൾ വിളമ്പുന്നത്. കർത്താവിൻ്റെ രക്തവും മാംസവുമാണ് ഞങ്ങൾ വിളമ്പുന്നത് എന്ന് സാജൻ പറഞ്ഞു. ഉറപ്പാണ്, എല്ലാവരും കേട്ടു. എൻ്റെ ചോദ്യം, ഈ രക്തവും മാംസവും വിളമ്പാനുള്ള ആശയം ഏത് നിയമത്തിൽ നിന്ന് ഉടലെടുത്തതാണ്? അതായത് രക്തവും മാംസവും ദൈവത്തിന് അർപ്പിക്കുന്നത് ആരായിരുന്നു? അത് എവിടെ നിന്നാണ് ആ രീതി വന്നത് എന്നൊന്ന് സാജൻ വിശദീകരിച്ചാൽ കൊള്ളാം. പഴയ നിയമത്തിലാണ് ആ രീതി വന്നത്. അത് അക്ഷേരയ്ക്കായിരുന്നു അർപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, എഗ്രീഡ്. അക്ഷേര രക്തവും മാംസവും കഴിച്ചിട്ടില്ല. യഹോവയായ ദൈവത്തിനാണ് ഹോമയാഗങ്ങൾ അർപ്പിച്ചിരുന്നത്. മൃഗത്തിൻ്റെയോ പക്ഷികളുടെയോ രക്തവും മാംസവും അർപ്പിച്ചിരുന്നത് യഹോവയ്ക്കാണ്. അപ്പം നിങ്ങൾ ഇപ്പോഴും യഹോവയ്ക്കാണോ, ആ ആശയത്തിൽ നിന്നാണോ നിങ്ങൾ ഇപ്പോഴും പുതിയ നിയമ വ്യവസ്ഥയിൽ പള്ളിയിൽ ഈ രക്തവും മാംസവും അർപ്പിക്കുന്നത് എന്ന് ചോദ്യം.